ഇരുട്ടിൻ്റെ മറപറ്റി അയാൾ നടന്നു നീങ്ങി. തൻ്റെ സുഹൃത്തിന് യാത്രയയക്കാൻ വേണ്ടി വൈകിട്ട് ഇറങ്ങിയതായിരുന്നു അയാൾ. എന്തോ ചില കാരണങ്ങൾ മൂലം തിരിച്ചുവരവ് ഒരൽപ്പം വൈകിപ്പോയി. നിലാവത്ത് പാടവരമ്പത്തൂടെ അയാൾ നടന്നു നീങ്ങി. പണ്ടെപ്പോഴോ കേട്ടുമറന്ന യക്ഷിക്കഥകളായിരുന്നു അയാളുടെ മനസ്സിൽ. അത് അയാളുടെ മനസ്സ് നിറയെ ഭീതി ഉണർത്തിയിരുന്നു. ദൂരെ നിരനിരയായി കാണുന്ന കരിമ്പനകളും എവിടെ നിന്നോ പറന്നു വരുന്ന പാലപൂത്ത മണവും അയാളുടെ മനസ്സിലെ ഭയത്തെ ഇരട്ടിയാക്കി. തൻ്റെ പിറകെ ആരോ നടന്നു വരുന്നത് പോലൊരു തോന്നൽ അയാൾക്കുണ്ടായിരുന്നു. അയാൾ കാതോർത്തപ്പോൾ ഒരു കാൽപെരുമാറ്റം കേൾക്കുന്നുണ്ടായിരുന്നു. അതിവേഗത്തിൽ അയാൾ നടക്കുമ്പോൾ ആ കാൽപെരുമാറ്റവും അയാളുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ തിരിഞ്ഞു നോക്കാൻ അയാൾക്ക് ഭയമായിരുന്നു. വീണ്ടും അയാൾ അതിവേഗത്തിൽ നടന്നു. കാൽപെരുമാറ്റം അയാളുടെ പിറകെയും. അയാൾ ഒരല്പനേരം ഒന്ന് നിന്ന് നോക്കി. ഇപ്പോൾ കാൽപെരുമാറ്റം കേൾക്കാനില്ല. എന്നാൽ പെട്ടെന്ന് അയാളുടെ തൊട്ടടുത്തായി ശക്തിയായൊരു കിതപ്പ്. അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അയാളുടെ ലക്ഷ്യം ദൂരെ ഒരു കുടിലിൽ തൂങ്ങി നിൽക്കുന്ന റാന്തൽ വിളക്കായിരുന്നു. ആ വെളിച്ചത്തിലേക്ക് അയാൾ ഓടിയെടുത്തു. എന്നാൽ ആ വെളിച്ചത്തിൽ അയാൾ കണ്ടത് കറുത്തു തടിച്ച ഒരു രൂപം, കറുത്തു തടിച്ച ഒരു സ്ത്രീ രൂപം അയാളെ നോക്കി നിൽക്കുന്നതായിട്ടാണ്. അത് തലകൊണ്ട് അയാളെ മാടി വിളിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാൾ 2 അടി പുറകോട്ട് വെച്ചു. അത് 2 അടി മുന്നോട്ടും. അയാൾ പുറകോട്ട് പോകും തോറും അത് മുന്നോട്ട് വന്നുകൊണ്ടേയിരുന്നു. അത് അയാളുടെ അടുത്തേക്ക് ഉറക്കെ അലറി വിളിച്ചുകൊണ്ട് ഒഴുകി വന്നു. കീറിപ്പോറിൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. യക്ഷിക്കഥകൾക്ക് ഭാരതത്തിൻ്റെ പ്രായമുണ്ട്. അതായത് ഭാരത സംസ്കാരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ യക്ഷിക്കഥകളുണ്ട്. നമ്മൾ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഈ കഥകളൊക്കെ കഴിഞ്ഞ തലമുറയ്ക്ക് അനുഭവങ്ങളായിരുന്നു. അതായത് നാം കേൾക്കുന്ന യക്ഷിക്കഥകളൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ തലമുറയുടെ അനുഭവങ്ങളായിരുന്നു. ശാസ്ത്രീയമായും യുക്തിപരമായും ഒരു തരത്തിലും തെളിയിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും ഒരു ശരാശരി മനുഷ്യനെ താൽക്കാലികമായെങ്കിലും ഒന്നുലയ്ക്കാൻ ഈ യക്ഷിക്കഥകൾക്കാവും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് അനുഭവങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ആ കഥകളിലൂടെ നമുക്കൊന്ന് പോയാലോ? 40 വർഷം മുമ്പേ ഒരു സ്ത്രീക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. പണ്ട് കാലങ്ങളിൽ ഈ തീണ്ടാരികളെ അല്ലെങ്കിൽ ആർത്തവ സമയത്തുള്ള സ്ത്രീകളെ ഒറ്റയ്ക്കൊരു മുറിയിലായിരുന്നു താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ ആർത്തവ കാലത്ത്. അത് മിക്ക സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. കോവിലുകളിലും തറവാടുകളിലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. വടക്കിനികളിലോ ഇടനാഴികളിലോ ആയിരുന്നു ഇവരുടെ സ്ഥാനം. ഈ ഒരു 7 ദിവസം ഇവർ പായ വിരിച്ച് എങ്ങോട്ടും പോവാതെ, അടുക്കളയിലേക്കോ മറ്റൊരു മുറിയിലേക്കോ പോവാതെ പായ വിരിച്ച് ഒരേ ഒരു കിടപ്പായിരിക്കും. അങ്ങനെ ഒരവസ്ഥയിൽ ഈ ഒരു സ്ത്രീക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒരിക്കൽ ഇവർ ഇടനാഴിയിൽ പായ വിരിച്ച് കിടന്നുറങ്ങുന്നൊരു ദിവസം എന്തോ ഒരു വൈബ്രേഷൻ കിട്ടിയിട്ടാണ് അവർ എഴുന്നേൽക്കുന്നത്. അതായത് പായ വിരിച്ച് നിലത്ത് കിടക്കുന്ന ഒരാൾക്ക് നിലത്തൂടെ ഒരാൾ അമർത്തി ചവിട്ടി നടന്നാൽ കിട്ടാവുന്ന ഒരു വൈബ്രേഷൻ. അവർ മെല്ലെ പുതപ്പ് മാറ്റി നോക്കി. ആരാണ് ഈ പാതിരാത്രിയിൽ ഇങ്ങനെ അമർത്തി ചവിട്ടി നടക്കുന്നത്? അവർക്ക് ആരെയും കാണാൻ പറ്റിയില്ല. എന്നാൽ ദൂരെ വരാന്തയുടെ മറ്റേ അറ്റത്തായി തലയില്ലാത്തൊരു രൂപം കയ്യും കാലും കുത്തി നടക്കാൻ ശ്രമിക്കുന്നതായിട്ട് അവർക്ക് കാണാൻ പറ്റി. അത് നിലത്ത് അമർത്തി ചവിട്ടിയാണ് നടക്കുന്നത്, 2 കൈയും 2 കാലും ഉപയോഗിച്ച്. അതിൻ്റെ വലത്തെ കൈയും വലത്തെ കാലും ഒരേ സമയം മുമ്പോട്ട് നീങ്ങുമ്പോൾ ഇടത്തെ കൈയും ഇടത്തെ കാലും മുമ്പോട്ട് നീങ്ങുന്നു. ഇങ്ങനെ വികലമായാണ് അത് നടന്നു നീങ്ങുന്നത്. ഇവർക്കാകെ ഭയം തോന്നി. അവരാകെ പുതച്ചു മൂടി കിടന്നുറങ്ങി. എന്നാൽ കുറച്ച് നേരം കഴിഞ്ഞ് ശബ്ദമൊന്നും കേൾക്കാത്തപ്പോൾ അവർ മെല്ലെ പുതപ്പ് മാറ്റി നോക്കി. അവരുടെ തൊട്ടടുത്തായി വെളുത്ത് ചുക്കി ചുളിഞ്ഞ ഒരു കാലുണ്ടായിരുന്നു. അതിന് കറുത്ത നഖങ്ങളും. അതിൻ്റെ മടമ്പ് മുൻപോട്ടായിരുന്നു. ഇത് നടക്കുന്നത് മടമ്പ് മുൻപോട്ടാക്കിയായിരുന്നു. അതിൻ്റെ തൊലിയിൽ നിന്നും രക്തം മെല്ലെ പൊടിയുന്നുണ്ടായിരുന്നു. ഇതെന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവരാകെ ഭയന്നിരുന്നു. അവരങ്ങനെ പുതച്ചു മൂടി കിടന്നുറങ്ങി.
പിറ്റേന്ന് രാവിലെ ഇതെന്താണെന്നറിയാൻ അവർ നോക്കിയപ്പോൾ ആ വരാന്ത മുഴുവൻ രക്തവും ചലവും നിറഞ്ഞ പാടുകളായിരുന്നു. പുറത്താണെങ്കിൽ മറ്റെന്തോ ജീവിയാണെന്ന് വിചാരിക്കാം, എന്നാൽ അകത്തെ ഇടനാഴിയിലാണ് ഇത് സംഭവിച്ചത്. പിന്നീട് അവർ ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോഴൊക്കെ പലർക്കും ഇതേ അനുഭവങ്ങളുള്ളതായി പറഞ്ഞു കേട്ടു. അതായത് പലരും ഇതേ രൂപത്തെ കണ്ടിട്ടുണ്ടത്രേ. അവരെല്ലാവരും പറയുന്നത് ഇത് രക്തരക്ഷസാണ്, അല്ലെങ്കിൽ ഇത് ധർമ്മദൈവമാണ്, യക്ഷനാണ് എന്നൊക്കെ പല പേരുകൾ ഇട്ടിട്ടാണ് ഇതിനെ വിളിക്കുന്നത്. അതായത് അർദ്ധരാത്രികളിൽ പലപ്പോഴും വെച്ചാരാധനയുള്ള തറവാടുകളിലും കോവിലകങ്ങളിലും ഭയപ്പെടുത്താനായി ഇത്തരം രൂപങ്ങൾ ഉണ്ടാവാറുണ്ടത്രേ. പണ്ട് കാലത്ത് സുന്ദരിയായി വന്ന് ഒറ്റയ്ക്ക് പോകുന്ന ആളുകളെ വശീകരിച്ചു കൊണ്ടുപോയി കൊന്നിരുന്ന യക്ഷി എന്ന സങ്കല്പം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇന്ന് കുറ്റിപ്പുറത്തിനടുത്തുള്ള ആദവനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകളും ഭയന്നിരുന്നൊരു സ്ഥലം കൂടിയായിരുന്നു ആദവനാട്. ഈ ആദവനാട്ടിൽ പണ്ട് കാലത്ത്, അതായത് മോട്ടോർ വാഹനങ്ങൾ വരുന്നതിന് മുമ്പേ സൈക്കിളിൽ ആളുകൾ യാത്ര ചെയ്തിരുന്നൊരു സമയത്ത് പലപ്പോഴും സൈക്കിളിന് ഒരു സ്ത്രീ കൈ കാണിക്കുമായിരുന്നു അത്രേ. നമ്മൾ നിർത്താതെ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ സൈക്കിളിന് അതിയായൊരു ഭാരം അനുഭവപ്പെടും. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കും, ഇവിടെ നിർത്തിയാൽ മതി. രാത്രിയിൽ ഒറ്റയ്ക്ക് സൈക്കിൾ ചവിട്ടി പോകുന്ന ഒരാൾക്ക് പെട്ടെന്ന് പിന്നിൽ നിന്നും ഇവിടെ നിർത്തിയാൽ മതി എന്നൊരു ശബ്ദം കേട്ടാൽ എന്തായിരിക്കും ഒരു വികാരം ഉണ്ടാവുക? അയാൾ വണ്ടി നിർത്തി തിരിഞ്ഞു നോക്കുമ്പോൾ കറുത്ത് തടിച്ചൊരു രൂപം അയാൾ നോക്കിയിരിക്കുന്നുണ്ടാവും. ഒരിക്കൽ ഒരു ട്രെയിൻ യാത്രയിൽ വെച്ച് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. അയാൾക്ക് അയാളുടെ വലത് കൈയിലെ തള്ളവിരൽ നഷ്ടമായിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനും എന്തോ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിക്കുക അദ്ദേഹം പറഞ്ഞ ഒരു അപകടം വഴിയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത് എന്ന്. അതെന്താണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനതിൻ്റെ കാരണം പറഞ്ഞാൽ നിങ്ങളതൊരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ്. എങ്കിലും എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ചോദിച്ചു, പറയൂ, എനിക്കത് വിശ്വസിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അത് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് പേടിപ്പിക്കുന്നൊരു കഥയായിരുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു വലിയ പാലമരമുണ്ടത്രേ. ആ പാലമരത്തിൽ ചങ്ങലയിൽ തളച്ച ഒരു യക്ഷിയും. ആ നാട്ടിലെ എല്ലാവരുടെയും വിശ്വാസമാണ്, പലപ്പോഴും രാത്രികളിൽ ചങ്ങല ഇഴച്ച് നടക്കുന്നൊരു ശബ്ദം അവരെല്ലാവരും കേൾക്കാറുണ്ട്. അതുമാത്രമല്ല, ചങ്ങല വലിച്ചഴിച്ച് നടക്കുന്ന യക്ഷിയെ അവിടെ കണ്ട ആളുകളും ഉണ്ടത്രേ. പഴയ തലമുറയാണ് കണ്ടിട്ടുള്ളത്. ഇദ്ദേഹം പുതിയ തലമുറയാണ്, അതായത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ നടക്കുന്നൊരു കഥയാണ്. ആ തലമുറയ്ക്ക് ഇതിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ നാട്ടിലും ഇത്തരം കഥകൾ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല ഈ ഒരു തലമുറയിൽ. എന്നാൽ കഴിഞ്ഞ തലമുറയ്ക്ക് അതൊരു അനുഭവമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തൊട്ടു മുമ്പത്തെ തലമുറ അത് വിശ്വസിച്ചു പോന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായപ്പോൾ ഇതിൽ ചില വിശ്വാസക്കേടുകൾ തുടങ്ങി. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 2 കൂട്ടുകാരും ചേർന്നിട്ട് പാലമരത്തിൽ രാത്രി കയറാൻ തീരുമാനിച്ചു, യക്ഷിയില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി. അങ്ങനെ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കളും കൂടി പന്തം കൊളുത്തി പാലമരത്തിലേക്ക് യാത്രയായി. പാലമരത്തിലെത്തിയ സമയത്ത് കൂടെ വന്ന 2 സുഹൃത്തുക്കൾക്കും മരത്തിൽ കയറാൻ ഭയമായിരുന്നു. എന്നാൽ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തു സംഭവിച്ചാലും പാലമരത്തിൽ കയറും. അങ്ങനെ അദ്ദേഹം പാലമരത്തിൽ കയറി. രാത്രി ആയതുകൊണ്ടും വളരെ വലിയ പാല ആയതുകൊണ്ടും അതിൻ്റെ അറ്റം കാണാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഇദ്ദേഹം പാലമരത്തിൽ കയറി. ഏകദേശം പകുതിയോളം കയറി കഴിഞ്ഞപ്പോൾ അദ്ദേഹം താഴേക്ക് നോക്കി. താഴെ നോക്കിയപ്പോൾ 2 സുഹൃത്തുക്കളും പന്തം കൊളുത്തി അദ്ദേഹത്തെ നോക്കി നിൽക്കുകയായിരുന്നു. എന്നാൽ പൊടുന്നനെ അവരുടെ മുഖഭാവം മാറാൻ തുടങ്ങി. അവർ ഭയന്നുകൊണ്ട് 2 ഭാഗത്തേക്ക് മൂടി ഒളിച്ചു. എന്താണ് സംഭവിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായില്ല. പെട്ടെന്ന് അദ്ദേഹം മുകളിലേക്ക് നോക്കിയപ്പോൾ തൊട്ടു മുമ്പിൽ മുഖാമുഖം നിൽക്കുകയായിരുന്നു യക്ഷി, മരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്ന ഭാവത്തിൽ. അത് കണ്ട് ഭയന്ന് വിളിച്ച് അദ്ദേഹം താഴേക്ക് പതിച്ചു. ആ വീഴ്ചയിലാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദവും തള്ളവിരലും അദ്ദേഹത്തിന് നഷ്ടമായത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ഒരു അനുഭവം കേട്ടപ്പോൾ എനിക്കൊരു നാടോടി കഥ കേട്ടതുപോലെയാണ് തോന്നിയത്. പക്ഷേ ഈ ഒരു അനുഭവം അദ്ദേഹം എന്നോട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന് എനിക്ക് വായിച്ചെടുക്കാമായിരുന്നു അന്ന് അദ്ദേഹം എത്രത്തോളം ഭയന്നിട്ടുണ്ടായിരുന്നു എന്ന്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എന്തൊക്കെ സംഭവിച്ചാലും ഇത്തരം വിശ്വാസങ്ങളോട് കളിക്കരുത് എന്നായിരുന്നു. യക്ഷി സങ്കല്പങ്ങൾ ഹിന്ദു മിത്തോളജിയിൽ മാത്രമല്ല, ജൈനിസത്തിലും ബുദ്ധിസത്തിലും ഉണ്ട്. അതായത് ഉപാസനാമൂർത്തിയുടെ കിങ്കരന്മാരാണ് യക്ഷന്മാർ എന്നാണ് ഈ 3ലും പറയുന്നത്. നമ്മൾ കേട്ടുമറന്നിട്ടുള്ള നാടോടി കഥകളിലായാലും മുത്തശ്ശി കഥകളിലായാലും ഒരുപാട് വിശദീകരണങ്ങളും ഒരുപാട് വിശേഷണങ്ങളും ഉണ്ട് യക്ഷികൾക്ക്, അല്ലേ? പനങ്കുല പോലത്തെ മുടി, കരിമ്പനയിലെ താമസം, രക്തദാഹിയായ ഒരു സ്ത്രീ, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളാണ് യക്ഷിക്ക്. ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അതിനെ സങ്കല്പിക്കാൻ പറ്റുന്നൊരു സാഹചര്യം കൂടി കിട്ടുമ്പോൾ ഒരു ശരാശരി മനുഷ്യൻ ഉറപ്പായും യക്ഷിയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് സങ്കല്പിക്കും. അത്തരം സങ്കല്പങ്ങളാവാം നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള ഇത്തരം അനുഭവങ്ങളൊക്കെ.
യക്ഷിയെക്കുറിച്ചോ അത്തരം ഭീകര രൂപങ്ങളെക്കുറിച്ചോ ഒരറിവുമില്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഒരു നിഴൽ അനങ്ങിയാലോ ഒരു ഇല അനങ്ങിയാലോ അത് നിഴലായും ഇലയായും തന്നെയാണ് തോന്നുക. എന്നാൽ ഇത്തരം സങ്കല്പങ്ങൾ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു ഇല അനങ്ങിയാൽ പോലും അതൊരു യക്ഷിയാണ് എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അത്തരം അനുഭവങ്ങൾ ഇതൊരു അനുഭവമാണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെ ഇതിൽ വിശ്വസിക്കുന്ന ഒരാളോട് നമ്മൾ പങ്കുവെക്കുമ്പോൾ അയാൾ അത് പൊടിപ്പും തൊങ്ങലും കൂട്ടി മറ്റുള്ളവരിലേക്ക് എത്തിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടത് യക്ഷി തന്നെയാണ് എന്ന് നമ്മൾ തന്നെ ഉറപ്പിക്കും. അങ്ങനെ യക്ഷിയുണ്ട് എന്നതിന് ഒരു തെളിവ് കൂടി പുറത്തു വരും. ഈ വീഡിയോ തുടക്കത്തിലെ 10 മിനിറ്റ് മാത്രം കണ്ടുപോകുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഞാനും അത്തരത്തിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് കഥകൾ വിൽക്കുന്ന ഒരാളാണ് എന്ന് തോന്നിയിട്ടുണ്ടാവുമായിരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും.